ഉത്തരാഖണ്ഡിലേക്കാണ്. ഉത്തരകാശിയിൽ ഇന്നലെ ഉണ്ടായ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും മൂലമുണ്ടായത് വൻ നാശനഷ്ടം. ഔദ്യോഗികമായി 5 മരണം ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. 100 കണക്കിന് പേരെ കാണാതായിട്ടുണ്ട്. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ള അംഗങ്ങളൊക്കെ തെരച്ചിലിൽ സജീവമായി തന്നെയുണ്ട്. അതേസമയം ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുകയുമാണ്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ദുരന്തഭൂമിയിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയെ നേരിട്ട് വിളിച്ചു. സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തി അദ്ദേഹവും. എന്തായാലും ദുരന്തഭൂമിയിലേക്ക് പുറപ്പെട്ട ജനം TV സംഘം മണിക്കൂറുകളോളം വഴിയിൽ കുടുങ്ങുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. രാവിലെ മുതൽ നമ്മൾ തത്സമയ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. ദുരന്തഭൂമിയിൽ നിന്ന് S നന്ദഗോപൻ നമ്മളോടൊപ്പം വീണ്ടും ചേരുന്നു. നന്ദൻ, ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? മഴ തുടരുകയാണോ? രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? ഈ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നേരിട്ട് ഇവിടേക്ക് എത്തി, ദുരന്തഭൂമിയിലേക്ക് എത്തി സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏരിയൽ സർവേ അടക്കമുള്ളവ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നന്ദനിലേക്ക് എത്താം. सभी एजेंसियां हमारी वहां पर काम कर रही है। सेना के लोग भी काम कर रहे हैं बचाव और राहत के काम में। ITBP भी लगी है, NDRF, SDRF और स्थानीय लोग, सभी लोग आगे आकर हमारे जनप्रतिनिधि सभी लोग बचाव के काम में लगे हैं कि वो सभी से संपर्क स्थापित करने का प्रयास कर रहे हैं। हमारा हर संभव प्रयास है कि सभी को जो है सुरक्षित निकाला जाए। एक एक जान हमारे लिए बहुत कीमती है। मेरा धराली गाँव फिर से जो है, धराली नगर फिर से जो है अच्छी स्थिति में आए, सभी व्यवस्थाएं वहाँ पर फिर से व्यवस्थित हों, उसका हम प्रयास कर रहे हैं। मैं आदरणीय प्रधानमंत्री जी का भी धन्यवाद करता हूँ। कल भी उन्होंने हर संभव मदद का, सहायता का और आज भी पूरी जानकारी ली है और उनके स्तर से लगातार सभी भारत की एजेंसियों को हमारे यहाँ के लिए हर संभव सहायता के लिए कहा गया है। നന്ദനിലേക്ക് എത്തുകയാണ്. നന്ദൻ, നിരവധി സൈനികർ ഉൾപ്പെടെ ഉള്ളവരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. നന്ദൻ ഇപ്പോൾ എവിടെ എത്തി? എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകൾ? അനു, ഇപ്പോഴും ഈ ഉത്തരാഖണ്ഡിൽ മഴ ശക്തമായി തുടരുകയാണ്. മിക്ക റോഡുകളിലും മണ്ണിടിച്ചിൽ മൂലം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ദുരന്ത മേഖലയിലേക്ക് എത്തുവാൻ വേണ്ടി അല്പം കൂടി വൈകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ആ യാത്രയിലാണ്. ഇന്നലെ ഏതാണ്ട് രാത്രിയിൽ 6 മണിക്കൂറോളമാണ് നമുക്ക് ഈ ഗതാഗത കുരുക്കിൽ, പ്രത്യേകിച്ച് ഈ മണ്ണിടിഞ്ഞ് നമ്മളവിടെ അകപ്പെട്ടു പോയത് ഏതാണ്ട് 6 മണിക്കൂറിലധികമാണ്. നമുക്ക് മുന്നോട്ടോ പിന്നോട്ടോ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും മണിക്കൂറുകൾ മുമ്പാണ് ഈ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ JCBയും ഉദ്യോഗസ്ഥരും എത്തി ആ റോഡ് ക്ലിയർ ചെയ്യുകയും നമുക്ക് അവിടുന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം, ഇന്നലെ 1:45 ഈ ധരാലിയിൽ, ഉത്തരകാശി ജില്ലയിലെ ധരാലിയിൽ ഈ മേഘവിസ്ഫോടനം ഉണ്ടാകുകയും അതൊരു വലിയ ഒരു ജലബോംബായി ഈ ധരാലി ഗ്രാമത്തെ മുഴുവൻ വിഴുങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു ചെറു ചന്ത അത് പൂർണ്ണമായും വെള്ളത്തിൽ ഒലിച്ചുപോയി. നിരവധി വീടുകൾ തകർന്ന് തരിപ്പണമായി വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി. അതേപോലെ തന്നെ ഹോട്ടലുകൾ, ഈ മേഖലയിൽ ധാരാളം ഹോട്ടലുകളും റിസോർട്ടുകളും ഹോം സ്റ്റേയും മറ്റുമുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഈ ജലബോംബിൽ തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു മേഖല, ഈ ദുരന്തം നടന്ന ഈ ഒരു ധരാലി മേഖല അതൊരു മരുഭൂമിക്ക് സമാനമായ ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഈ ധരാലി മേഖലകളിൽ കൂടി ഒഴുകുന്ന ഖീർ ഗംഗ എന്നുള്ള നദി, ആ നദി വലിയ രീതിയിൽ കരകവിയുകയും അതിൻ്റെ ഗതി തന്നെ മാറി ഒഴുകാൻ തുടങ്ങുന്ന ഒരു സാഹചര്യവുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ഖീർ ഗംഗയിലൂടെ ഒഴുകിയെത്തിയ വലിയ ജലം, കൂടുതലായി എത്തിയ ജലം ഈ മേഖലയെ ആകെ മിഴുകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം ഒന്നും തന്നെ നടക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. കാരണം 1 മണിക്കൂറിനകം തന്നെ അടുത്തൊരു മേഘവിസ്ഫോടനം ഉണ്ടാകുകയും അത് ഒരു ഹർസിൽ എന്നുള്ള സ്ഥലത്ത് ഒരു ആർമി ക്യാമ്പിന് സമീപമായിരുന്നു ഈ ദുരന്തമുണ്ടായത്. അങ്ങനെ ഈ നമ്മുടെ കരസേനയിലെ ജവാന്മാരും ഈ ദുരന്തത്തിൽ അകപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ നിലവിൽ പുഷ്കർ സിംഗ് ധാമി മുഖ്യമന്ത്രി ഇതിനോടകം തന്നെ ഹെലികോപ്റ്ററിൽ ഈ മേഖലകളിലൊക്കെ തന്നെ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അതിനുശേഷം അദ്ദേഹം നേരിട്ട് ദുരന്ത ഭൂമിയിലേക്ക് എത്തുകയായിരുന്നു. അദ്ദേഹം നേരിട്ട് കാര്യങ്ങളെത്തി വിലയിരുത്തിയിരുന്നു. നിലവിൽ ഈ ദർസിൽ അവിടെ ഈ വൈദ്യുതിയില്ല, അതേപോലെ തന്നെ ഈ
മറ്റ് ഇൻ്റർനെറ്റ് കണക്ഷനില്ല, മൊബൈൽ നെറ്റ്വർക്കുകളില്ല, എല്ലാം തന്നെ പാടെ തകർന്ന അവസ്ഥയാണ്. ഇതെല്ലാം തന്നെ വീണ്ടും പുനഃസ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കിയത്. അതേസമയം പ്രതികൂല കാലാവസ്ഥ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അത് രക്ഷാപ്രവർത്തനത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ഏതാണ്ട് രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഒരു മന്ദഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. കാലാവസ്ഥയാണ് അതിൻ്റെ പ്രധാന കാരണമായി നിൽക്കുന്നത്. വലിയ രീതിയിൽ മഴയിൽ ഇപ്പോൾ അല്പം ഒരു ശമനം ഉണ്ടായെങ്കിൽ തന്നെയും മഴ ഇങ്ങനെ ചാറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഹെലികോപ്റ്ററുകൾക്ക് ലാൻഡ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. നിലവിൽ ഇന്ത്യൻ ആർമിയുടെ 2 ഹെലികോപ്റ്ററുകൾ തയ്യാറായി നിൽക്കുന്നു. പ്രത്യേക മെഡിക്കൽ സംഘം തയ്യാറായിട്ടുണ്ട്. ഈ ഹെലികോപ്റ്ററിന് ഇവിടെ ലാൻഡ് ചെയ്യുവാൻ കഴിയുന്ന ഒരു സാഹചര്യം, അതായത് ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അതിനുതകുന്ന ഒരു കാലാവസ്ഥ ഉണ്ടായാൽ മാത്രമേ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ സുഗമമാകൂ. പ്രത്യേകിച്ച് റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനം ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. റോഡ് മുഴുവൻ സമാനമായി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പലയിടങ്ങളിലായി മണ്ണിടിച്ചിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റോഡ് ഗതാഗതം വലിയ ഒരു പ്രശ്നമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ദർസിൽ മേഖലയിൽ അവിടെ കൂടുതലായി ഈ റോഡിലേക്ക് ഈ ചെളിവെള്ളം ഈ ഖീർ ഗംഗയിൽ നിന്നും ഒഴുകിയെത്തി റോഡ് മുഴുവൻ പൂർണ്ണമായും ചെളിക്കടിയിൽ പതിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് ഈ വഴി കടന്നു പോകാൻ കഴിയുന്നില്ല. ഇതൊക്കെ രക്ഷാപ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മഴ അല്പം മാറി നിന്നാൽ മാത്രമേ രക്ഷാപ്രവർത്തനം സുഗമമാവൂ. അതേസമയം തന്നെ ഇപ്പോൾ അടുത്ത 3 മണിക്കൂറിനകം ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ, അതേപോലെ തന്നെ ഋഷികേശ്, വിവിധ മേഖലകൾ, ഒപ്പം തന്നെ ഈ ഉത്തരകാശി, ഗൽവാൾ റീജിയൻ അടക്കമുള്ള മുഴുവൻ മേഖലകളിലും അടുത്ത 3 മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും വന്നേക്കുന്നത്. എല്ലാ മൊബൈൽ നെറ്റ്വർക്കുകളിൽ നിന്നും ഇത്തരം മെസ്സേജുകൾ വന്നു കഴിഞ്ഞു. മാത്രമല്ല പ്രത്യേകിച്ച് ഈ വിനോദസഞ്ചാരികളും തീർത്ഥാടകരും അവർ ഈ മേഖലയിലേക്ക് കടന്നു വരരുത് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഈ ഉത്തരാഖണ്ഡ് സർക്കാർ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ചാർധാം തീർത്ഥാടനത്തിൻ്റെ ഒരു സമയമാണ്. ചാർധാം എന്നുള്ളത് ഗംഗോത്രി, യമുനോത്രി, അതേപോലെ തന്നെ കേദാർ ബദരി യാത്ര നടത്തുന്നതാണ് ഈ ചാർധാം തീർത്ഥാടനം എന്നുള്ളത്. ഇപ്പോൾ ഈ ചാർധാം തീർത്ഥാടനത്തിൻ്റെ ഒരു സീസണാണ്. ശബരിമല സീസൺ എന്ന് പറയുന്ന പോലെ ചാർധാം സീസണാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ളൊരു തീർത്ഥാടന പ്രവാഹം ഈ മേഖലയിലേക്ക് ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി ശക്തമായ മഴയാണ് ഉത്തരാഖണ്ഡിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു ഇവിടേക്ക് തീർത്ഥാടകർ എത്തരുതെന്നുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തീർത്ഥാടകരുടെ എണ്ണം കുറവായിരുന്നു. എങ്കിൽ തന്നെയും ഈ മേഖലയിലേക്ക്, അതായത് ഈ കേദാർ ബദരി യാത്ര നടത്തുന്ന ഈ മേഖലയിലേക്ക് പോകുന്ന സ്ഥലം, അവിടുത്തെ ഒരു പ്രധാന ഇടത്താവളമാണ് ഈ ധാരാസിൽ എന്നുള്ള പറയുന്ന ഈ മേഖല. അതായത് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ മേഘവിസ്ഫോടനമുണ്ടായ സ്ഥലം, അത് പ്രധാനമായും അതൊരു തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഒരു ഇടത്താവളമായി കരുതപ്പെടുന്നു. അവിടെ ധാരാളം ഹോട്ടലുകൾ, അതേപോലെ തന്നെ ഹോം സ്റ്റേകളും മറ്റുമുണ്ട്. ഇന്നലെ ഉണ്ടായ ഈ ഒരു മേഘവിസ്ഫോടനത്തിൽ ഈ ഹോട്ടലുകളെല്ലാം തന്നെ പാടെ ഒലിച്ചുപോയി. ഈ ഹോട്ടലുകളിൽ ഒരു പക്ഷേ ജീവനക്കാർക്ക് പുറമെ അവിടെ തീർത്ഥാടകർ, ഗസ്റ്റായിട്ട് കൂടുതൽ ആൾക്കാർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഉള്ളവരായിരിക്കുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ ചാർധാം തീർത്ഥാടനം കേരളത്തിൽ നിന്നും അടക്കം ധാരാളം ഭക്തരെത്തുന്ന ഒരു തീർത്ഥാടനമാണ് ഈ ചാർധാം തീർത്ഥാടനം എന്നുള്ളത്. അതേസമയം പ്രതികൂല കാലാവസ്ഥ കാരണം പലരും ഇവിടേക്കുള്ള യാത്ര മാറ്റിവെച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജീവഹാനി ഉണ്ടാകാൻ ഉള്ള സാധ്യതകൾ കുറവാണ്. അതേസമയം പ്രദേശവാസികൾ ധാരാളമായി ഈ ദുരന്തത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പലരും ഈ വളരെ ശക്തമായ മഴ കാരണം വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു, ജോലിക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ വീടിനുള്ളിൽ അകപ്പെട്ടവർ ഒക്കെ ഈ ദുരന്തത്തിന് ഇരയായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വലിയ രീതിയിൽ ഒരു മേഖലയാകെ ഒലിച്ചു പോയിരിക്കുന്ന കാഴ്ചയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതാണ്. വലിയൊരു ജലബോംബ് പൊട്ടിപ്പുറപ്പെട്ടു വരുന്ന ഒരു ദൃശ്യമായിരുന്നു. പലരും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ എല്ലാവരും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരൊക്കെ തന്നെ ആ ദുരന്തത്തിന് ഇരയായി എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ വളരെ വലിയ രീതിയിൽ വലിയ ഫോഴ്സോടുകൂടി വന്ന വെള്ളം പിന്നീട് പതിയെ ശാന്തമായെങ്കിലും ഒപ്പം ഒഴുകി വന്ന വലിയ ചെളിയും അതേപോലെ തന്നെ മരത്തടികളും ഒക്കെ തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ റോഡിലൊക്കെ തന്നെ ഇത്തരം ഈ ചെളിയും അതേപോലെ തന്നെ ഈ മരത്തടികളുടെ അവശിഷ്ടങ്ങളും അതേപോലെ തന്നെ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളുമൊക്കെ തന്നെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തെ വലിയ രീതിയിൽ ദുസ്സഹമാക്കുകയാണ്. ഒരുപക്ഷെ ഈ ചെളിക്കടിയിലൊക്കെ തന്നെ നൂറുകണക്കിന് ആൾക്കാർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാകാം. എന്നാൽ അവരെ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവരെ തെരഞ്ഞ് കണ്ടെത്തുക എന്നുള്ളത് വളരെ ദുസ്സഹമായ ഒരു കാര്യമാണ്. ഏതായാലും സൈന്യത്തിൻ്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. സൈന്യത്തിൻ്റെ രാജ്പുത് റൈഫിൾസാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. രാജ്പുത് റൈഫിൾസിൻ്റെ കമാൻഡിംഗ് ഓഫീസർ തന്നെ നേരിട്ടെത്തി ഇതിന് നേതൃത്വം നൽകുന്നു. ഇതിനൊപ്പം തന്നെ ഇൻഡോ ടിബറ്റൻ
വെസ്റ്റേൺ ബോർഡർ പോലീസുണ്ട്, അതേപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും സംസ്ഥാന ഫയർഫോഴ്സും ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി രംഗത്തെത്തുന്നുണ്ട്. കൂടാതെ സേവാഭാരതി ഇതിനോടകം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി തന്നെ രംഗത്തെത്തി കഴിഞ്ഞു. ഇതിനു പുറമെ സംസ്ഥാന പോലീസും പ്രദേശവാസികളും ഊർജിതമായ രക്ഷാപ്രവർത്തനത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതികൂല കാലാവസ്ഥ ആ തയ്യാറെടുപ്പുകളെ ഒക്കെ തന്നെ ഒരു ഗ്രാമം മുഴുവനും ഒലിച്ചു പോയ ഒരു അവസ്ഥ നന്ദൻ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ധരാലി എന്ന ഗ്രാമം മുഴുവനും ഒലിച്ചു പോയൊരു അവസ്ഥ. അവിടെ നിന്ന് 4 കിലോമീറ്റർ അകലെ ഹർഷലിലെ കരസേന ക്യാമ്പിൽ നിന്നുള്ള സൈനികരാണല്ലോ ആദ്യം ഇവിടെ ദുരന്തമുഖത്തേക്ക് എത്തിയത്. അതേ ക്യാമ്പിൽ നിന്നുള്ള സൈനികരെ തന്നെയാണോ കാണാതായത്? 9 പേരെ കാണാതായ റിപ്പോർട്ടുകളൊക്കെ നമ്മളടക്കം നൽകിയിരുന്നു. മാത്രമല്ല നന്ദൻ, രാവിലെ നന്ദനും സംഘവും അവിടെ എത്തുമ്പോൾ, നന്ദനും കൃഷ്ണകുമാറും അവിടേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഒരു പ്രദേശത്ത് കുടുങ്ങിയ ഒരു കാഴ്ച നമ്മൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. മുന്നോട്ടും പോകാൻ വയ്യ, പിന്നിലേക്കും പോകാൻ വയ്യ, 2 വശത്തു കൂടിയും വഴി അടഞ്ഞൊരവസ്ഥ. അതെവിടെയാണ് കൃത്യമായി പറഞ്ഞാൽ? ഈ ധരാലിയിൽ നിന്ന് എത്ര ദൂരെയാണ്? അവിടെ ഇപ്പോൾ എങ്ങനെയാണ് സ്ഥിതി? നമ്മളിപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ ഈ ഹരിദ്വാർ ഉത്തരാഖണ്ഡിലേക്ക് പ്രവേശിക്കുന്നത് ഏതാണ്ട് ഹരിദ്വാർ ഭാഗത്തേക്ക് എത്തുമ്പോഴാണ്. ഹരിദ്വാർ കഴിഞ്ഞ് പിന്നെ ഋഷികേശ് ആകുന്നു. ഇവിടെയൊക്കെ സമനിലപ്പിലുള്ള റോഡുകളാണ്, അതായത് നമ്മുടെ സാധാരണ മേഖലയിലുള്ള റോഡുകൾ പോലെയാണ്. ഹരിദ്വാർ കഴിഞ്ഞാൽ പിന്നീടാണ് ഈ മൗണ്ടൻ റീജിയൻ ആരംഭിക്കുന്നത്, അതായത് വലിയ മലകൾ പിന്നീടാണ് ആരംഭിക്കുന്നത്. പിന്നീട് മലകളുടെ ചരിവിലൂടെ ഉള്ള യാത്രകളാണ്. മലകൾ വെട്ടി തുരങ്കങ്ങൾ ഉണ്ടാക്കി മറ്റുമാണ് ഈ ബദരീനാഥിലേക്കും കേദാറിലേക്കും ഒക്കെ തന്നെയുള്ള റോഡ് പണിതിരിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതലായി മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ മഴക്കാലത്ത് ഇത്തരം മണ്ണിടിച്ചിൽ സാധാരണമായെങ്കിലും ഇത്തവണ മുഴുവൻ കാലാവസ്ഥാ വിദഗ്ധരുടെയും പ്രവചനങ്ങളെയൊക്കെ തന്നെ തെറ്റിച്ചുകൊണ്ട് ഉത്തരാഖണ്ഡിൽ അതിശക്തമായ മഴയാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കണക്കുകൂട്ടുകൾ അല്ലെങ്കിൽ പ്രവചനങ്ങളൊക്കെ തന്നെ തെറ്റിച്ചുകൊണ്ട് വലിയ രീതിയിൽ മഴയുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ ഈ വലിയ രീതിയിലുണ്ടാകുന്ന ഈ മഴ മണ്ണിടിച്ചിലിന് കാരണമായി. അങ്ങനെ നിരവധി ഈ ഋഷികേശിന് മുകളിലേക്ക് കയറുമ്പോൾ പല ഭാഗങ്ങളിലായി മണ്ണിടിഞ്ഞു. രാവിലെ ഏതാണ്ട് ഞങ്ങൾ ഡൽഹിയിൽ നിന്നും ഇന്നലെ ഏതാണ്ട് വൈകുന്നേരം 7 മണിക്ക് പുറപ്പെട്ടു. സാധാരണഗതിയിൽ പുലർച്ചെ 7 മണിക്ക് അവിടെ എത്തേണ്ടതായിരുന്നു. ഗൂഗിൾ മാപ്പിനകത്തടക്കം അങ്ങനെ 7 മണിക്ക് അല്ലെങ്കിൽ ഏകദേശം ഒരു 11-12 മണിക്കൂർ യാത്രയായിരുന്നു അതിൽ പോലും കാണിച്ചിരുന്നത്. എന്നാൽ ഏതാണ്ട് രാത്രി 12 മണിയോടുകൂടി ഋഷികേശ് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴായിരുന്നു അവിടെ മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിച്ചിലുണ്ടായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. എന്നാൽ തിരികെ പോകാൻ നോക്കിയപ്പോഴത്തേക്കും വന്ന വഴിയിലും മണ്ണിടിച്ചിലുണ്ടായി, തിരികെ പോകാനും കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. പിന്നെയാണ് DRDOയുടെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ BROയുടെ സഹായം തേടുകയും BROയുടെ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ കൂടുതൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഉദ്യോഗസ്ഥരും അവിടേക്ക് സ്ഥലത്തെത്തി അവരുടെ JCB മണ്ണുമാന്തി യന്ത്രവും ഉപയോഗിച്ചുകൊണ്ട് വഴി ഒരുക്കുകയായിരുന്നു. മാത്രമല്ല ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വാർത്താ സംഘം ഇതിൽ അകപ്പെടുകയും ചെയ്തിരുന്നു. അവരുടെ വാഹനത്തിലേക്ക് ഈ വലിയ രീതിയിൽ വന്ന ഈ പൊട്ടിപ്പുറപ്പെട്ടു വന്ന കല്ലും മണ്ണും ഒക്കെ തന്നെ അവരുടെ വാഹനത്തിനുള്ളിലേക്ക് പോലും പതിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഏതായാലും അതിനകത്തുണ്ടായിരുന്ന യാത്രക്കാരൊക്കെ തന്നെ സുരക്ഷിതരാണ്. ഈ മേഖലയിൽ മാത്രമല്ല, ഇപ്പോൾ ഹരിദ്വാർ ഋഷികേശ് മേഖലയിലും വലിയ രീതിയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതുകൂടാതെ നൈനത്താൽ, മുക്തേശ്വർ, അതേപോലെ തന്നെ അൽമോറ അടക്കമുള്ള മറ്റ് മേഖലകളിലും ഗൽവാൾ റീജിയനിൽ മാത്രമല്ല മറ്റ് മേഖലകളിൽ കൂടിയും വലിയ രീതിയിലുള്ള ഒരു ദുരന്ത സമാനമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏതാണ്ട് ഉത്തരാഖണ്ഡിലെ 100 കണക്കിന് റോഡാണ് ഇതിനോടകം തന്നെ പൂർണ്ണമായും അടച്ചിരിക്കുന്നത്. ഒരു തരത്തിലും ഗതാഗത യോഗ്യമല്ലെന്ന് കണ്ട് ഏതാണ്ട് 100 കണക്കിന് റോഡുകൾ അടയ്ക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. പ്രധാന പാതകൾ ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഗതാഗതം അത്ര സുഗമമല്ല എന്നുള്ളതാണ്. ഏതായാലും മഴ ഇപ്പോൾ നിലവിൽ അല്പം മാറി നിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ രക്ഷാപ്രവർത്തനം ഊർജിതമായി ആരംഭിക്കുവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, സൈന്യത്തിൻ്റെ 2 ഹെലികോപ്റ്ററുകൾ തയ്യാറായിരിക്കുന്നു. ഒപ്പം തന്നെ അതിൽ തന്നെ മെഡിക്കൽ സംഘങ്ങളും സൈന്യത്തിൻ്റെ തന്നെ ആർമി മെഡിക്കൽ കോറിൽ നിന്നുമുള്ള പ്രത്യേക മെഡിക്കൽ സംഘങ്ങളും വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ മെഡിക്കൽ സംഘവും ഈ ആർമി ഹെലികോപ്റ്ററിൽ തന്നെ തയ്യാറായി നിൽക്കുകയാണ്. കാലാവസ്ഥ അനുകൂലമാകുന്ന പക്ഷം ഈ മേഖലയിലേക്ക് ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യിക്കാൻ കഴിയുന്ന പക്ഷം രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കൂ. എങ്കിൽ മാത്രമേ രക്ഷാപ്രവർത്തനം
എത്രമാത്രം ഊർജിതമാകൂ എന്ന് വേണം പറയുവാൻ. പ്രത്യേകിച്ച് റോഡ് മാർഗമുള്ള ഈ രക്ഷാപ്രവർത്തനങ്ങളൊന്നും തന്നെ പ്രായോഗികമല്ല എന്നുള്ളത് യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഇത്തരം ഹെലികോപ്റ്റർ അല്ലെങ്കിൽ വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനം മാത്രമാണ് ഒരു ആശ്രയം. അതിന് ഇനിയും എത്ര മണിക്കൂറുകൾ വേണ്ടി വരുമെന്നുള്ളതാണ്. ഏതായാലും കാലാവസ്ഥ ഇപ്പോൾ രാവിലത്തെ ഒരു അന്തരീക്ഷമല്ല. ഇപ്പോൾ കാലാവസ്ഥ ഒരു ശകലം മെച്ചപ്പെട്ടു വരുന്നു അല്ലെങ്കിൽ തെളിഞ്ഞു വരുന്നു എന്ന ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതേസമയം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, എല്ലാ മൊബൈൽ ഫോണുകളിലേക്കും എല്ലാ മൊബൈൽ ഉപഭോക്താക്കൾക്കും ഇതിനോടകം തന്നെ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതാത് മൊബൈൽ സർവീസുകളുടെയും ഭാഗത്തു നിന്നും മെസ്സേജ് സന്ദേശം എത്തിയിട്ടുണ്ട്. അതിശക്തമായ മഴ വരുന്ന 3 മണിക്കൂറിനുള്ളിൽ ഉത്തരാഖണ്ഡിൻ്റെ വിവിധ മേഖലകളിൽ അൽമോറ, അതേപോലെ തന്നെ ഉത്തരാകാശി, രുദ്രപ്രയാഗ്, ഒപ്പം തന്നെ ഹരിദ്വാർ, ഇത്തരം മേഖലകളിലൊക്കെ തന്നെ അതിശക്തമായ മഴയ്ക്കും മണ്ണിടിച്ചിലിനുമൊക്കെ തന്നെ സാധ്യതയുണ്ട്. ഒരുപക്ഷെ മേഘവിസ്ഫോടനം പോലും ഇനിയും ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അത് തള്ളിക്കളയാൻ കഴിയില്ല. നേരത്തെ അനു സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം 1:45 ആദ്യ മേഘവിസ്ഫോടനം ഉണ്ടാകുന്നു. അതിനുശേഷമാണ് ഈ ഹർസിൽ വാലിയിൽ ആർമി സൈന്യത്തിൻ്റെ ക്യാമ്പിന് സമീപം ഇത്തരത്തിലൊരു വീണ്ടും രണ്ടാമത് ഒരു മേഘവിസ്ഫോടനം ഉണ്ടാകുന്നു. രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ സൈനിക അംഗങ്ങൾ അല്ലെങ്കിൽ സൈനികരാണ് അതിൽ ഉൾപ്പെട്ടത്, അല്ലെങ്കിൽ അതിൽ അകപ്പെട്ടു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതാണ്ട് 9 പേരെ കാണുവാനില്ല എന്നുള്ളതാണ്. സൈനികർ 9 പേരെ കാണുവാനില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ഏതായാലും അവരെ കണ്ടുകിട്ടിയെന്നുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ വന്നിട്ടില്ല. നിലവിൽ 5 മരണങ്ങൾ മാത്രമാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. അതായത് മൃതദേഹങ്ങൾ ലഭ്യമാകുന്നതനുസരിച്ചാണ് ഈ മരണങ്ങൾ സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നൂറുകണക്കിന് ആളുകൾ ഒരുപക്ഷെ ഈ ചെളിക്ക് ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഈ ചെളിക്കടിയിലേക്ക് പൂഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ഇവരെ കണ്ടുകിട്ടുന്നതുവരെ ഈ മരണം സ്ഥിരീകരിക്കാൻ കഴിയില്ല. അതേസമയം പരിക്കേറ്റവരുടെ എണ്ണം ധാരാളമുണ്ട്. ഏതാണ്ട് ഇതിനോടകം തന്നെ 130-ലധികം പേരെ പരിക്കേറ്റവരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ സൈന്യത്തിൻ്റെ പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഉത്തരാഖണ്ഡ് സർക്കാർ ഇതിനോടകം തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. ഏതെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഈ ചാർധാം യാത്രയുടെ ഭാഗമായി എത്തിയവരാരെങ്കിലും ഇതിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഹോട്ട്ലൈൻ നമ്പറിൽ വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്താമെന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ആവശ്യമെങ്കിൽ കൂടുതൽ സൈനിക വിഭാഗങ്ങളെ അടക്കം ഈ മേഖലയിലേക്ക് കേന്ദ്രീകരിക്കും. 130 പേരെ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അവിടെ നിന്ന് അധികൃതർ അറിയിക്കുന്നതും. നന്ദൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഹരിദ്വാറിന്റെ കാര്യം. പക്ഷേ ഹരിദ്വാറിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നുള്ള അപ്ഡേറ്റുകളാണ് അവിടെ അധികൃതർ നൽകുന്നത്. ഭാഗ്യവശാൽ ഇപ്പോൾ നിലവിൽ അവിടെയുള്ള സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. അവിടെയും കനത്ത മഴ തുടരുക തന്നെയാണ്. പക്ഷേ ഹിമാചൽ പ്രദേശിലെ കിന്നോറിൽ മിന്നൽ പ്രളയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. NH5 ദേശീയപാത 5 പൂർണ്ണമായും തടസ്സപ്പെട്ട ഒരവസ്ഥയിലാണ് ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്.